എൻ്റെ മാതാവിൻ്റെ പ്രേക്ഷകരെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ജോൺസൻ്റെ കുടുംബമാണ്. ജോൺസൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ജോൺസണും മാനിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ജോൺസൺ അവതരിപ്പിക്കുന്ന വിഷ്ണുപ്രസാദ് ആണെങ്കിൽ ഇത്രമാത്രം എനർജറ്റിക് ആയിട്ടുള്ളൊരു നടൻ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ ഒപ്പം പെർഫോം ചെയ്യുന്നു ശ്രീദേവി, അതിനൊപ്പം പെർഫോം ചെയ്യുന്നു. ഏറ്റവും അധികം പറയേണ്ട ഒരാൾ നമ്മുടെ MR സാറാണ്. പുള്ളിയുടെ സാധ്യതകൾ എത്ര ഉണ്ടോ അത്രയും ചൂഷണം ചെയ്യണമെന്നുള്ള ഒരു ദുഷ്ടബുദ്ധി നമ്മുടെ ടീമിനുണ്ടായിരുന്നു. അതിപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഒപ്പം വന്ന വേറൊരു പ്ലസ് ബീന ചേച്ചിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ബീന ചേച്ചി എന്തെല്ലാം ക്രൂരത ചെയ്തു കഴിഞ്ഞാൽ അവരോട് നമുക്ക് ദേഷ്യം തോന്നുന്നില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടാവും, പക്ഷെ ആളോട് ദേഷ്യം തോന്നില്ല. കുട്ടികളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏഞ്ചൽ ജൂവലായിട്ടും ഏഞ്ചലായിട്ടും തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസയുടെ പെർഫോമൻസിനെ പറ്റി നമ്മളൊന്നും പറയണ്ട. ഇസ അപാരമായ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെയാണ് കെവിൻ ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. കെവിൻ ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞാറ്റ സാനിയ എന്ന് പറയുന്ന കുട്ടി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ലാസ്റ്റ് വന്ന് ഗ്യാൻദേവ് എന്ന് പറഞ്ഞൊരു കുട്ടിയെ കിട്ടി. ജയറാമിൻ്റെ ക്യാരക്ടർ അഭിനയിക്കുന്ന കുട്ടി ഒരു മനോരോഗിയായിട്ട് വന്നിട്ട് പുറത്ത് കുഞ്ഞിനെ തെരഞ്ഞു പോകുന്ന ആദ്യത്തെ ഒരു സീനാണ് കയ്യിൽ കിട്ടുന്നത്. ആ സീനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് കഥാപാത്രത്തെ കൺസീവ് ചെയ്തിട്ട് ഷാലു ചെയ്തു. രാജു ചേട്ടൻ്റെ ഒരു കഥാപാത്രമാണെങ്കിൽ പോലും നമ്മളൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി സംഭവം രാജു ചേട്ടനാണ് വരുന്നതെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു സാജൻ സൂര്യയുടെ കാര്യവും സൗവർണയുടെ കാര്യവും ഞാൻ പറയേണ്ടതല്ലോ. കാരണം അവർ എവിടെ കൊണ്ടുപോയിട്ടാലും മിനിമം ഗ്യാരണ്ടിയാണ്. സാമൂഹ്യ കഥാപാത്രം ചെയ്യുന്ന വിജയാനന്ദ്, പിന്നെ നമ്മുടെ നീരജ, നാൻസി, ബെഞ്ചമിൻ ഗുരുവിള, സന്തോഷ് ശശിധരൻ ഞെട്ടിച്ച് കളഞ്ഞു സത്യം പറഞ്ഞാൽ കോമഡി സീനുകളിൽ. പിന്നെ ഓമന ചേച്ചി എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ വില്ലത്തരം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേലിച്ചാമയായിട്ട് വന്ന ബാലാജി, പിന്നെ അതിൽ വന്ന പൂങ്കുടിയായിട്ട് വന്ന അമ്പിളി. നമ്മുടെ ഒരു ടീമിനെ പറ്റി പറയുമ്പോൾ അത്രയ്ക്ക് എക്സലൻ്റ് ആയ ഒരു ടീം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ബാക്കിംഗ് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ബിനിച്ചേട്ടൻ തന്നെയാണ്. ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഏറ്റവും മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന നമ്മുടെ രാജ എന്ന് പറയുന്ന ഡയറക്ടർ. ഇതിപ്പോൾ നമ്മൾ 400 നമ്മുടെ ലക്ഷ്യം 1000 നമ്മൾ അവിടെ എത്തിയിരിക്കും. എല്ലാവർക്കും 400 എപ്പിസോഡിൻ്റെ ഹൃദയംഗമമായ ആശംസകൾ. ഞാൻ ആരെയെങ്കിലും യാദൃച്ഛികമായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.